ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓൾറെഡി ലഞ്ചൊക്കെ കഴിച്ച് ഒരല്പ ക്ഷീണത്തിൽ ഇരിക്കാൻ തോന്നുന്നു. കാരണം കേൾക്കാമല്ലോ അല്ലേ? നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്രിപ്റ്റോ റിലേറ്റഡ്, അതായത് നമ്മുടെ അപ്പെക്സ് എക്സ്ചേഞ്ച് ലോഞ്ച് ആയ എല്ലാവർക്കും അറിയാം. ചില പരിമിതികളുണ്ട്. 35,000 പേരുടെ കസ്റ്റമർ ബേസ് ആണ് നമുക്കുള്ളത്. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇത്രയും, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന വളരെ ആക്റ്റീവായിട്ട് ബിസിനസ് പോകുന്ന ടൈമിൽ ഒറ്റയടിക്ക് ഇത് നിർത്തി എന്തുകൊണ്ട് എക്സ്ചേഞ്ച് തുടങ്ങി എന്നുള്ളത് പലർക്കും ഡൗട്ടാണ്. അപ്പം അത് തുടങ്ങാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറത്തുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരു മിനിറ്റല്ല, 30 സെക്കൻഡ് കൊണ്ട് 30 സെക്കൻഡിൽ 359 ലോഗിൻ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. 30 സെക്കൻഡിൽ. അത് പുറത്തുനിന്ന് എത്തിക്കൽ ഹാക്കേഴ്സിനെ, പെയ്ഡ് ഹാക്കേഴ്സിനെ വെച്ച് നമ്മുടെ സൈറ്റ് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മളെ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് അപ്പെക്സ് നമ്പർ 1 ആണ്. അപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മുടെ വളർച്ച വിഷയമായി കാണുന്ന, അല്ലെങ്കിൽ ആരെയൊക്കെയാണോ 2ാം സ്ഥാനത്തേക്കോ 3ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളിലേക്ക് തള്ളിവിട്ടത്, അപ്പെക്സ് ഇല്ലാണ്ടായാലേ മറ്റുള്ള കമ്പനികൾക്ക് വളർച്ചയുള്ളൂ. അപ്പോൾ ഇതുപോലെ പലരും നമ്മളെ ഓൾറെഡി ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഷീൽഡ് നമ്മൾ താഴ്ത്തുന്ന പോലെയാണ്. ഒരു ഗാർഡ്, നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഗാർഡ് നമ്മൾ താഴ്ത്തുന്ന പോലെയാണെങ്കിൽ അപ്ഡേഷൻ നടക്കാന്ന് പറയാം. ഇപ്പുറത്ത് പണി നടക്കുമ്പോൾ ചിലപ്പോൾ മൊത്തം സിസ്റ്റം ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കില്ല, പണിയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അങ്ങനെ മറ്റുള്ള യൂസേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ ആരാണ് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആരാണ് അവർ, അല്ലെങ്കിൽ അത്തരം ഒരു വേറെ എൻട്രി ഉണ്ടാവാണ്ടിരിക്കാൻ എല്ലാം ഓട്ടോമേറ്റഡ് മാറ്റി മാനുവലായിട്ടാണ് നമ്മൾ അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യുന്നത്. നിങ്ങളും ചിന്തിച്ചാൽ മതി, 35,000 പേരുടെ ബേസുള്ള നമ്മളിത് തിരിച്ച് മാനുവൽ ആക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. അതാണ് ഇപ്പോൾ എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊക്കെ ആണെങ്കിൽ ഇന്ന് വേണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ നാളെ, 7 ദിവസത്തിനുള്ളിൽ, മാക്സിമം 7 ദിവസത്തിനുള്ളിൽ പഴയ പോലെ തന്നെ ഫുള്ളി നോർമലായിട്ട് തന്നെ കൃത്യമായി ഓട്ടോമേറ്റ് ചെയ്തുള്ള സിസ്റ്റത്തിൽ നമ്മളിത് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 20 മാസമായിട്ട് സക്സസ്ഫുള്ളി നമ്മുടെ കമ്പനി റൺ ചെയ്യുന്നതാണ്. കൃത്യമായി എല്ലാവർക്കും, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഈ അന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ക്രാഷ് ആയപ്പോൾ ലോകം മൊത്തം പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ സൈറ്റും പോയതാണ്. 24 മണിക്കൂർ കൊണ്ട് നമ്മുടെ ടെക്നിക്കൽ ടീം പാരലി സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് കൊടുത്തതാണ്. അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ട് ഈ സിറ്റുവേഷൻ കിടന്നു. എന്നും കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുന്നവർ ഇത്തരം സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഒന്ന് പേടിച്ച് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ നഷ്ടം മാറി നിൽക്കുന്നവർക്കാണ്. നിങ്ങൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ശ്രദ്ധിച്ച് കാണാം, ലോകത്തിൽ ക്രിപ്റ്റോയുടെ റാങ്കിങ്ങിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ലിസ്റ്റ് ചെയ്ത സമയത്ത് 18,000 ആയിരുന്നു റാങ്ക്. പിന്നീട് അത് 3,346 എത്തി. കഴിഞ്ഞ ആഴ്ച ഈ എക്സ്ചേഞ്ചിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1,036 എത്തി. ഇത് വേൾഡ് വൈഡുള്ള ലോകത്തിലെ ക്രിപ്റ്റോയുടെ റാങ്കിങ്ങിൽ അപ്പെക്സിൻ്റെ റാങ്കാണ്. 500 വരെ എത്തി. 4 കാറ്റഗറിയാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലുള്ളത്: അൺട്രാക്ട്, ട്രാക്ട്, അൺവെരിഫൈഡ്, വെരിഫൈഡ്. ഇതിൽ നമ്മൾ അൺവെരിഫൈഡ് വരെ എത്തി. ഈ വെരിഫൈഡിലേക്ക് കൂടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ചിലയിടത്ത് സ്ലോ ആയിട്ടുണ്ട്. അത് നമ്മൾ സ്പോട്ട് ചെയ്യും. ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എല്ലാം സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൽക്കാലം കുറച്ച് നമുക്ക് സുഖമായിട്ട് പോയാൽ മതി എന്നുണ്ടായിരുന്നെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് പഴയ പോലെ തന്നെ കൊടുക്കാം.
പക്ഷെ നാളെ ഇത് എക്കാലവും എല്ലാവർക്കും സുഖമായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് ധൃതി പിടിച്ച് നമ്മൾ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുന്നത്. അത് അത്യാവശ്യമാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് പല പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. അതിനൊരിക്കലും ഒരു കോട്ടം തട്ടാണ്ടിരിക്കാനോ നാളെ നിർത്തലാക്കേണ്ട സാഹചര്യം വരാണ്ടിരിക്കാനോ വേണ്ടിയാണ് വളരെ ധൃതിപ്പെട്ട് ഇത്രയും ബിസിനസ് വളരെ മൂല്യത്തോടുകൂടി നടക്കുമ്പോഴും എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ അത് ഓവർകം ചെയ്യാനുള്ള വഴികൾ നമ്മൾ മുൻകൂട്ടി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സഹകരണവും സപ്പോർട്ടും ഇതേപോലെ തന്നെ മുന്നോട്ട് ഇനിയും ഉണ്ടായാലേ അപ്പെക്സ് ടോക്കൺ വിജയിക്കുകയുള്ളൂ. ഹോങ്കോങ്ങിൽ ഓൾറെഡി ഒരു ക്രിപ്റ്റോ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിപ്റ്റോ എക്സ്പോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഓൾറെഡി എൽ ബാങ്ക് നമ്മളെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിനാൻസിൻ്റെ ടീമുമായിട്ടുള്ള മീറ്റിംഗ് അവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഞാനും പോകുന്നതായിരിക്കും. നാളെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. 3 മാസം കൊണ്ട് ഞാൻ പൊതുവെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഡേറ്റുകളൊക്കെ ഒരു ടെൻറ്റേറ്റീവായിട്ട് പറയാറുണ്ട്. 3 മാസം കൊണ്ട് ഫിനാൻഷ്യൽ നമ്മളെ അപ്പോൾ അതിന് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നമ്മുടെ കൂടെ എന്നുണ്ട്. ഇന്നുള്ളവരും എന്നും ഉണ്ടായിരുന്നവരും ഇനിയും ഉണ്ടാവണം. ആരും പാനിക്കാവാനോ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളില്ല. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കിടന്നു വരും. ഇതിന് മുമ്പും കിടന്നു വന്നിട്ടുണ്ട്, ഇനിയും കിടന്നു പോകും. ഓക്കെ, താങ്ക് യു.